സ്വർഗസ്ഥനായ പിതാവേ, അവിടുത്തെ രാജ്യം വരേണമേ. ഉത്ഥാനം ചെയ്ത് സഭയെ നയിക്കുന്ന സഭ എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് ഉള്ളിൽ ഉള്ള ഒരു സമൂഹം, തിരുസഭ. നമ്മൾ ഓരോരുത്തരും ഉത്ഥാനം ചെയ്ത യേശുവിനെ അനുഭവിച്ചറിഞ്ഞ് നമ്മൾ മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാനുള്ള വലിയൊരു ദൗത്യമുണ്ട്. ഇന്ന് ആഗോള സഭയിൽ പ്രത്യേകിച്ച് നമ്മൾ ഈ ഡിവൈൻ മേഴ്സിയുടെ നൊവേനയുടെ 5-ാം ദിവസം കൂടിയാണെന്ന് കടന്നു പോകുക. നമുക്കറിയാം, ഇന്ന് 5-ാമത്തെ ദിവസം ഈശോ വിശുദ്ധ ഫൗസ്റ്റീനോട് ആവശ്യപ്പെട്ടത് സഭയിൽ നിന്നും അകന്നുപോയ, വിശ്വാസം നഷ്ടപ്പെട്ട് സഭയിൽ നിന്നും അകന്നുപോയ, യേശുവിൻ്റെ ശരീരമായ സഭയിൽ നിന്നും പല കാരണങ്ങളാൽ അകന്നുപോയവരെയും കർത്താവിൻ്റെ സാന്നിധ്യത്തിലേക്ക്, കരുണക്കടലിലേക്ക് സമർപ്പിക്കുവാനായിട്ടാണ് ഈശോ ആവശ്യപ്പെടുക. അപ്പം അതായത് നമ്മളുടെ ഒരു നല്ല സാക്ഷ്യം മറ്റനേകരെ യേശുവിലേക്ക് അനയിക്കാൻ അപ്പസ്തോലന്മാരുടെ സാക്ഷ്യമാണ്. അവർ പോയിടത്തെല്ലാം യേശുവിൻ്റെ പ്രവൃത്തി മറ്റുള്ളവരെയും അവരിൽ കണ്ടു. അപ്പസ്തോലന്മാരിൽ കണ്ടാണ് തോമാസ് ലീയ കേരളത്തിൽ വന്നപ്പോൾ യേശു ക്രിസ്തുവിനെ പ്രഘോഷിക്കുകയും യേശുവിൻ്റെ പ്രവൃത്തി കണ്ട് ആണ്. ഇതുപോലെയാണ് ഓരോ ഇടങ്ങളിലും നമ്മളുടെ ജീവിതത്തിൽ നിന്ന് തുടരുകയാണ്. ഈ 2025 ഉത്ഥാനം ചെയ്ത യേശു ആത്മാവായി നമ്മൾ ഓരോ വിശ്വാസിയുടെ ഉള്ളിലും വസിക്കുന്ന യേശു നമ്മൾ വെച്ച് അനേകർക്ക് ഇനിയും ഇതിൽ ലോകമെങ്ങും പോയി സകല ജാതികളോട് സദ്വാർത്ത അറിയിക്കുക എന്ന് പറയുമ്പോൾ നമ്മളുടെ ജീവിതത്തിലുള്ള നമ്മുടെ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നമ്മുടെ പ്രവൃത്തിയിലൂടെ അനേകർക്ക് വെളിപ്പെടാനുണ്ട്. നമ്മളിന്ന് ടെക്സാസ് സ്റ്റേറ്റിന് വേണ്ടി ഹ്യൂസ്റ്റണിൽ നിന്നും പ്രാർത്ഥന നയിക്കുമ്പോൾ പുഷ്പ ബൈജു നമ്മളെ ഓർപ്പിച്ച വചനം ഇന്നത്തെ ആഗോള സഭയിലെ പ്രതിസംഗതി 31 ഓർപ്പിച്ചു. അതുപോലെ തന്നെ സുവിശേഷം യോഹന്നാൻ 20-ാമത്തെ അധ്യായം 11 തൊട്ടുള്ള വചനം നമ്മൾ ഓർപ്പിച്ചു. മഗ്ദലന മറിയത്തെക്കുറിച്ച് അല്ലേ, എത്ര ശക്തമായിട്ടാണ് മഗ്ദലന മറിയം സാക്ഷ്യം വഹിക്കുന്നതെന്ന് പുഷ്പ നമ്മൾ ഓർപ്പിച്ചു. അതായത് ഒരു സ്ത്രീ ആയിരുന്നിട്ടും അവൾ ഒറ്റയ്ക്ക് ആദ്യം അല്ലേ, ഈ ശിഷ്യന്മാര് ഭയന്ന് ഇതെല്ലാം കഴിഞ്ഞ് മുറിക്കകത്ത് കയറി അവർ ഉറങ്ങിയിരിക്കുകയാണ്. പക്ഷേ യേശു പറഞ്ഞ് 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന് യേശു പറഞ്ഞിരുന്നത് ഈ മറിയമുള്ളു. കാരണം നമുക്കറിയാം മറിയം എത്രമാത്രം തിന്മയുടെ ബന്ധനത്തിൽ നിന്ന് അവളെ യേശു മോചിപ്പിച്ചതാണ്. എന്തുമാത്രം ദൈവകൃപയാണ് അവൾക്ക് യേശുവിലൂടെ കിട്ടിയത്. എന്തുമാത്രം സ്വാതന്ത്ര്യം, എന്തുമാത്രം വിടുതലിന്റെ അനുഭവമാണ് യേശുവിലൂടെ കിട്ടിയത്. നമ്മൾ വായിക്കുന്നുണ്ട്, ഇവളിൽ നിന്നാണ് 7 പിശാചുക്കളെ കർത്താവ് പുറത്താക്കിയതെന്ന് പറയുന്നുണ്ട്. എത്രമാത്രം സാത്താന്റെ അടിമത്തിലായിരുന്നു അവളെ യേശു വിടുവിച്ച ആ ഒരു ഓർമ്മ, ആ ഒരു സന്തോഷം അവളുടെ ജീവിതത്തിൽ. അതിരാവിലെ നമ്മൾ ഇന്നലെയൊക്കെ വായിച്ചതായിരുന്നല്ലോ, യോഹന്നാന്റെ 20 ആദ്യം ആഴ്ചയുടെ 1-ാം ദിവസം അതിരാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ മഗ്ദലന മറിയം ശവകുടീരത്തിന് സമീപത്തേക്ക് വന്നു. അവിടെ കല്ല് മാറ്റപ്പെട്ടിരിക്കുന്നത് കണ്ടിട്ട് അവർ തിരിച്ച് അവൾ ഓടി യോഹന്നാനും പത്രോസിനോടൊക്കെ പറഞ്ഞു. അവർ വന്ന് കാണുന്നതും അവർ പോയി. പക്ഷെ ഈ മഗ്ദലന മറിയം അവിടെ നിൽക്കുകയാണ്, പോയിട്ടില്ല. ചോദിക്കണം അവളുടെ മനോഭാവം, അവളുടെ വിശ്വാസം. മറിയം, ഇന്നത്തെ സുവിശേഷം, മറിയം കല്ലറയ്ക്ക് വെളിയിൽ കരഞ്ഞുകൊണ്ട് നിന്നു. കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുനിഞ്ഞ് കല്ലറയിലേക്ക് നോക്കി വെള്ളവസ്ത്രം ധരിച്ച് 2 ദൂതന്മാർ യേശുവിൻ്റെ ശരീരം വെച്ചിരുന്നിടത്ത് ഒരുവൻ തലക്കിലും ഇതരൻ കാൽക്കിലുമായിരിക്കുന്നത് അവൾ കണ്ടു. അവർ അവളോട് ചോദിച്ചു, സ്ത്രീയെ, എന്തിനാണ് നീ കരയുന്നത്? അവൾ പറഞ്ഞു, എൻ്റെ കർത്താവിനെയും അവർ എടുത്തുകൊണ്ടുപോയി. അവനെ എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് പറഞ്ഞിട്ട് പിറകോട്ട് തിരിഞ്ഞപ്പോൾ യേശു നിൽക്കുന്നത് അവൾ കണ്ടു. എന്നാണത് യേശുവാണെന്ന് അവൾക്ക് മനസ്സിലായില്ല. യേശുവോട് ചോദിച്ചു, സ്ത്രീ, എന്തിനാണ് നീ കരയുന്നത്? നീ ആരെയാണ് അന്വേഷിക്കുന്നത്? അത് തോട്ടക്കാരനാണെന്ന് വിചാരിച്ചു. അവൾ പറഞ്ഞു, പ്രഭു, അങ്ങ് അവനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ എവിടെ വെച്ചു എന്ന് എന്നോട് പറയാൻ, ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം. യേശു അവളെ വിളിച്ചു, മറിയം. നമ്മുടെയൊക്കെ ജീവിതത്തില് അല്ലേ, നമ്മളെ ഈശോ പേര് വിളിക്കുന്നുണ്ട്. ഈശോയെ സ്നേഹിക്കുന്ന നമ്മളെയൊക്കെയും കർത്താവ് പേര്, ആ ഒരു അനുഭവം നമുക്കുണ്ട്. നമ്മുടെ ഉള്ളിൽ ഒരു പ്രത്യേക സ്നേഹമുണ്ട് ഈശോയോട്. നമ്മളെയൊക്കെ പേര് ചൊല്ലി വിളിച്ചവനാണ് അല്ലേ, പേര് ചൊല്ലി വിളിച്ചതാണ്. ആ ഒരു ആത്മീയ ബന്ധമുണ്ട് ഈശോയുമായിട്ട് അല്ലേ. യേശുവിൻ്റെ കാല് കെട്ടിപ്പിടിച്ചുകൊണ്ട് സന്തോഷത്താല് അവൾ കരിഞ്ഞ് സന്തോഷിക്കുകയാണ്. അപ്പോൾ യേശു പറഞ്ഞു, ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോയിട്ടില്ല, പിതാവിൻ്റെ അടുത്തേക്ക് ആരോഹണം ചെയ്തിട്ടില്ല, അതുകൊണ്ട് നീ എന്നെ
തടഞ്ഞു നിർത്തരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യേശു പറയുകയാണ്. തൻ്റെ ശിഷ്യന്മാരുടെ അടുക്കൽ പോയി, എൻ്റെ സഹോദരരുടെ അടുക്കൽ പോയി അവരോട്, ഞാൻ എൻ്റെ പിതാവിൻ്റെയും നിങ്ങളുടെ പിതാവിൻ്റെയും, എൻ്റെ പിതാവിൻ്റെയും നിങ്ങളുടെ പിതാവിൻ്റെയും, എൻ്റെ ദൈവത്തിൻ്റെയും നിങ്ങളുടെ ദൈവത്തിൻ്റെയും അടുക്കിലേക്ക് ആരോഹണം ചെയ്യുന്നെന്ന് പറയാം. മഗ്ദലന മറിയം ചെന്ന് താൻ കർത്താവിനെ കണ്ടു. കർത്താവിനെ ശരിക്കും ഉത്ഥാനം ചെയ്ത കർത്താവിനെ തൻ്റെ പേര് ചൊല്ലി വിളിച്ചിട്ട് തനിക്ക് വെളിപ്പെടുത്തിയ കർത്താവിനെ കണ്ടു എന്ന് മഗ്ദലന മറിയം ഇതവരോട് പറഞ്ഞു, ശിഷ്യന്മാരെ അറിയിച്ചു. പിന്നെ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ കർത്താവിനെ കാണാൻ പറ്റില്ല, പക്ഷെ ആത്മാവിൽ നിന്ന് അനുഭവിച്ചറിയാനുള്ള ഒരു കൃപ തന്നിട്ടുണ്ട്. തോമാസിനോട് ഈശോ, എന്നെ കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. അതെ, തീർച്ചയായിട്ടും ആ ഒരു അനുഭവം നമ്മുടെ ആത്മാവിൽ അനുഭവിക്കാൻ കർത്താവ് കൃപ തരുന്നുണ്ട്, അല്ലേ? ഇന്ന് അപ്പസ്തോലന്മാര്, ഒന്നാമത്തെ വായന അപ്പസ്തോലന്മാര് പത്രോസ് സാക്ഷ്യം കൊടുക്കുകയാണ്. സാക്ഷ്യം ഈ ഇസ്രായേൽ ജനത്തിന് മുമ്പിലേക്ക്, അത് പെന്തക്കോസ്തായ്ക്ക് ശേഷമാണ്. നമുക്കറിയാം അപ്പസ്തോല പ്രവർത്തനങ്ങളൊക്കെ പെന്തക്കോസ്ത അനുഭവത്തിന് ശേഷം എഴുതിയ കർത്താവിൻ്റെ വചനങ്ങളാണ്. അപ്പോൾ ഈ പെന്തക്കോസ്ത പരിശുദ്ധാത്മ നിറവിൽ പത്രോസ് വന്ന ഈ ഇസ്രായേൽ സമൂഹത്തോട് സംസാരിക്കുന്ന ഒരു മേഖലയാണ്. ഇന്നത്തെ വായനയുടെ തൊട്ടും കുറച്ച് വായിക്കുകയാണെങ്കിൽ അപ്പസ്തോല പ്രവർത്തനം 2-ാമത്തെ അധ്യായം 22 ഇസ്രായേൽ ജനങ്ങളെ ഈ വാക്കുകൾ കേൾക്കുവാൻ, നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ദൈവം നസറായനായ യേശുവിനെ താൻ അവൻ വഴി നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച മഹത്തായ കാര്യങ്ങൾ കൊണ്ടും തൻ്റെ അത്ഭുത കൃത്യങ്ങളും അടയാളങ്ങളും കൊണ്ടും നിങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്തി തന്നു. അവൻ ദൈവത്തിൻ്റെ നിശ്ചിത പദ്ധതിയും പൂർവ്വജ്ഞാനവും അനുസരിച്ച് നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടു. അധർമ്മികളുടെ കൈകളാൽ അവനെ നിങ്ങൾ കുരിശിൽ തറച്ചു കൊന്നു. എന്നാൽ ദൈവം അവനെ മൃത്യുപാശത്തിൽ നിന്ന് വിമുക്തനാക്കി ഉയർപ്പിച്ചു. കാരണം അവൻ മരണത്തിന്റെ പിടിയിൽ കഴിയുക അസാധ്യമായിരുന്നു. എന്നിട്ട് അതേക്കുറിച്ച് ദാവീദ് പ്രവചനം, യേശുവിന്റെ ജനനത്തിന് 1000 വർഷം മുമ്പ് ദാവീദ് സങ്കീർത്തനം 16 പറഞ്ഞ ഒരു പ്രവചനം പത്രോസിനെ ഉദ്ധരിക്കുകയാണ്. അവിടെ ദാവീദ് ഇങ്ങനെ അവനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു, ഞാൻ കർത്താവിനെ എപ്പോഴും എൻ്റെ കൺമുമ്പിൽ ദർശിച്ചിരിക്കുന്നു. ഞാൻ പതറിപ്പോകാതിരിക്കാൻ അവിടുന്ന് എൻ്റെ വലത്തുവശത്തുണ്ട്. എൻ്റെ ഹൃദയം സന്തോഷിച്ചു, എൻ്റെ നാവ് സ്തോത്രകാലം ആലപിച്ചു. എൻ്റെ ശരീരം പ്രത്യാശയിൽ നിവസിക്കും. എന്നാൽ എൻ്റെ ആത്മാവിനെ അവിടുന്ന് പാതാളത്തിൽ ഉപേക്ഷിക്കുകയില്ല. അവിടുത്തെ പരിശുദ്ധൻ ജീർണിക്കാൻ അവിടുന്ന് അനുവദിക്കുകയുമില്ല. ജീവന്റെ വഴികൾ എനിക്ക് അവിടുന്ന് കാണിച്ചു തന്നു. തൻ്റെ സാന്നിധ്യത്താൽ അവിടുന്ന് എന്നെ സന്തോഷപ്പെടുന്നു. സങ്കീർത്തനം 16 വചനം പത്രോസിന് കൊട്ടി ഇതാണ് എഴുതിയത്. അതുകൊണ്ട് ദാവീദ് എന്ന് പറഞ്ഞെങ്കിലും ദാവീദിനെ കുറിച്ചല്ല, ദാവീദിന്റെ കല്ലറ അല്ലെ ദാവീദ് ഉയർത്തതായിട്ടൊന്നും നമുക്ക് അറിയില്ല, അല്ലെ? അത് യേശുവിനെ കുറിച്ചാണ് ദാവീദ് പറഞ്ഞത്. സഹോദരി, ഗോത്രപിതാവായ ദാവീദിനെ കുറിച്ച് ഞങ്ങളോട് ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അവൻ മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും ചെയ്തു. അവന്റെ ശവകുടീരം ഇന്നും നമ്മുടെ ഇടയിലുണ്ടല്ലോ. അവൻ പ്രവാചകനായിരുന്നു. തൻ്റെ അനന്തരഗാമികളിൽ ഒരാളെ തന്നെ സിംഹാസനം ഉപേക്ഷനാക്കുമെന്ന് ദൈവം അവനോട് ശപഥം ചെയ്തതായി അവൻ അറിയുകയും ചെയ്തിരുന്നു. അതുകൊണ്ടാണ് അവൻ പാതാളത്തിൽ ഉപേക്ഷിക്കപ്പെട്ടില്ല. അവന്റെ ശരീരം ജീർണിക്കാൻ ഇടയായതുമില്ല. ഇന്ന് ക്രിസ്തുവിന്റെ ദാവീദിന്റെ ഗോത്രത്തിൽ വന്ന് പറഞ്ഞ ദാവീദിന്റെ പുത്രനായ യേശുവിനെ കുറിച്ചാണ് ഇത് ദാവീദ് പ്രവചിച്ചതെന്ന് പത്രോസ്ലീഹ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അവന്റെ ശരീരം ജീർണിക്കാൻ ഇടയായതുമില്ലെന്ന് ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തെ മുൻകൂട്ടി ദർശിച്ചുകൊണ്ട് അവൻ പറഞ്ഞത്. ആ യേശുവിനെ ദൈവം ഉയർപ്പിച്ചു. ഞങ്ങളെല്ലാവരും അതിന് സാക്ഷികളാണ്. ദൈവത്തിന്റെ വലത്തുഭാഗത്തേക്ക് ഉയർത്തപ്പെടുകയും പിതാവിൽ നിന്ന് പരിശുദ്ധാത്മാവിന്റെ വാഗ്ദാനം സ്വീകരിക്കുകയും ചെയ്ത അവൻ ഈ ആത്മാവിനെ വർഷിച്ചിരിക്കുന്നു. അതാണ് നിങ്ങളിപ്പോൾ കാണുകയും കേൾക്കുകയും ചെയ്തത്. ദാവീദ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തില്ല, എങ്കിലും അവൻ പറയുന്നു, കർത്താവിനോട് പറഞ്ഞു. സംഗീതം 110 പറഞ്ഞത്. സംഗീതം 110 പറഞ്ഞു, കർത്താവിനോട് പറഞ്ഞു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ വാദപീഠമാക്കോളം നീ എന്റെ വലത്ത് ഭാഗത്ത് ഉപേക്ഷിതനാകുക. പിതാവിന്റെ വലത്ത് ഭാഗത്ത് എഴുന്നള്ളിയിരിക്കുന്ന യേശുവിനെ കുറിച്ചും ദാവീദ് പ്രവചിച്ചു എന്നാണ്. അതിനാൽ ഇന്നത്തെ വായന ഇതാണ്. അതിനാൽ നിങ്ങൾ കുരിശിൽ തറച്ച യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി ഉയർത്തിയെന്ന് ഇസ്രായേൽ ജനം മുഴുവനും വ്യക്തമായി അറിയട്ടെ. ഈ ധൈര്യവും പത്രോസിന്റെയും അപ്പസ്തോലന്മാരുടെയും പ്രഖ്യാപനം കേട്ടുകഴിഞ്ഞപ്പോൾ ക്രൈസ്തവ സമൂഹം ഉണ്ടാകണം. ഈ സാക്ഷ്യം മൂലമാണ് ആദ്യമായി ക്രിസ്ത്യാനികൾ യേശുവിൽ വിശ്വസിക്കാൻ തുടങ്ങിയത്. ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം നുറങ്ങി. പത്രോസിനോട് എന്താ പറഞ്ഞാൽ അവനെ ക്രൂശിക്കുക എന്നൊക്കെ വിളിച്ചു പറഞ്ഞ് അവനെ മരണത്തിനായി ഏൽപ്പിച്ചു കൊടുത്ത യഹൂദരിപ്പോൾ ഹൃദയത്തിൽ വലിയ അനുതാപം ഉണ്ടായി.
പത്രോസിനോട് മറ്റ് അപ്പോസ്തലന്മാരോട് ചോദിച്ചു, സഹോദരന്മാരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ, പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. ഈ വാഗ്ദാനം നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും വിദൂരസ്ഥർക്കും നമ്മുടെ ദൈവമായ കർത്താവ് തന്റെ അടുക്കലേക്ക് വിളിക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ്. നമുക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ വരും തലമുറയ്ക്കും ഒക്കെ ഉള്ളതാണ് ഈ വാഗ്ദാനം എന്നാണ് പത്രോസ് വിളിച്ചു പറഞ്ഞത്. അവൻ മറ്റു പല വചനങ്ങളാൽ അവർക്ക് സാക്ഷ്യം നൽകുകയും ഈ ദുഷിച്ച തലമുറയിൽ നിന്ന്, അതായത് പാപത്തിന്റെ അടിമത്തിൽ കിടക്കുന്ന, അല്ലെ എത്ര പറഞ്ഞാലും വിശ്വസിക്കാത്ത, നോക്കി എത്ര 2025 ഇന്നും ദൈവം ഇല്ല എന്ന് ചുമ്മാ പറയുന്ന ആൾക്കാരല്ലേ. ഇത്രയെല്ലാം വെളിപ്പെടുത്തലുണ്ട് അല്ലേ. പ്രപഞ്ചത്തിലേക്ക് നോക്കിയാൽ ഈ പൂവും ഈ മനോഹരമായ ഈ ചിത്രശലഭവും അതിൻ്റെ 2 ചിറകും ഒരുപോലെ എത്രമായി അലങ്കരിച്ചു. ഇത് തന്നെ ഉണ്ടായതല്ല, എവല്യൂഷനിലൂടെ ഉണ്ടായെന്നും അല്ല, ഇത് വ്യക്തമായി ആരോ ഡിസൈൻ ചെയ്തതാണ്. ഈ പ്രപഞ്ചം മുഴുവൻ ഇത്ര മനോഹരമായി ക്രമീകരിച്ചിരിക്കുന്ന എന്ന് പൗലോസ്ലിയ റോമർ 1 പറയുന്നുണ്ട്. ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കിയാൽ ദൈവം ഉണ്ട് എന്ന് പറയാൻ തക്കവണ്ണോടെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷേ ചിലരത് യുക്തിയും ബുദ്ധിയും, അതായത് യുക്തി വിചാരത്താൽ ദൈവത്തെ വിശ്വസിക്കാൻ പറ്റാതെ ഹൃദയം കഠിനമായി പോയതുകൊണ്ട് ചുമ്മാതെ ഇതൊക്കെ തന്നെ ഉണ്ടായതാണ്, ആരോ പറഞ്ഞു വെച്ചുകൊണ്ട് ഇങ്ങനെ വിളിച്ചതാണ്, ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നൊക്കെയാണ് നമ്മുടെ വചനം. ഇപ്പോൾ എത്രയോ പറഞ്ഞുണ്ട്. അപ്പോസ്തലന്മാരെന്താ ചെയ്തത്? അവർ വിശ്വസിച്ചു, ഈ ഒരുമിച്ച് കൂടി വിശ്വസിച്ചു. അവന്റെ വചനം ശ്രവിച്ചവർ സ്നാനം സ്വീകരിച്ചു. ആ ദിവസം തന്നെ 3000-ഓളം ആളുകൾ അവരോട് ചേർന്നു. ഇത് വലിയൊരു മേഖലയാണ് പറയുന്നത്. ഇത് ഞാനിത് പറയാൻ കാര്യം എന്നറിയോ, ഈ വചനം യേശുക്രിസ്തു പ്രസംഗിച്ചിട്ട് ഒരൊറ്റൊരെണ്ണം മാനസാന്തരപ്പെട്ടില്ല. നോക്കണം, ശിഷ്യന്മാർ പോലും മാനസാന്തരപ്പെട്ടില്ല. അപ്പൊ ഈ അപ്പോസ്തലന്മാർ പ്രസംഗിച്ചപ്പോൾ എന്താ വ്യത്യാസം? യേശുവിനേക്കാൾ വലിയവരാണല്ല. ഞാനിതൊരു കാര്യം പറഞ്ഞുതരാം. അതായത് നമ്മുടെ കഴിഞ്ഞുപോയ തലമുറയിലൂടെ കടന്നു വരുന്ന പാപബന്ധനങ്ങൾ അല്ലേ, വിലാപങ്ങൾ 5 പറയുന്നില്ലേ, ഞങ്ങളുടെ പിതാക്കന്മാർ പാപം ചെയ്തു, അവർ മരിക്കുകയും ചെയ്തു, ഞങ്ങൾ ഇന്ന് അവരുടെ അകൃത്യങ്ങൾ വഹിക്കുന്നു. അകൃത്യഭാരം ചുമക്കും ജനം. എന്താ സംഭവിച്ചത്? യേശു മരിച്ച് അടക്കപ്പെട്ടു പാതാളത്തിൽ ഇറങ്ങിയപ്പോൾ അവിടെ ഉണ്ടായിരുന്നവരോട് അവൻ സുവിശേഷം പ്രസംഗിച്ചു. അതായത് കഴിഞ്ഞുപോയ തലമുറകളോട്, ആദം മുതൽ ഇങ്ങോട്ട് യേശുവിന്റെ കാലം വരെ ഉണ്ടായിരുന്ന സകല ആ പാതാളത്തിൽ കിടന്ന സകല ആത്മാവോട് 1 പത്രോസ് 3 പറയുന്നുണ്ട്, ആത്മാവോട് അവരോട് സുവിശേഷം പ്രസംഗിച്ചുവെന്ന്. അവരെ സംഗീതത്തിന് 60 പറയുന്നുണ്ട്, അവൻ അസംഖ്യം തടവുകാരിയുമായ ആരോഹണം ചെയ്തു. കഴിഞ്ഞുപോയ തലമുറയോട് കടന്നിരിക്കുന്ന അവിശ്വാസത്തിന്റെയും പൈശാചിക ബന്ധനങ്ങളുടെയും കെട്ടുകൾ യേശു അഴിച്ചു. ഈ യേശു പറഞ്ഞപ്പോൾ വിശ്വസിക്കാതിരുന്നവര് ഈ പത്രോസ് പ്രസംഗിച്ചപ്പോൾ ഒറ്റ ദിവസം തന്നെ 3000 പേര്. ഇത് വലിയൊരു മേഖലയാണ്. നമ്മൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഈ കത്തോലിക്കാ സഭ എപ്പോഴും നമ്മളുടെ മരിച്ചുപോർക്ക് വേണ്ടി നിരന്തരം കുർബാനയിലേക്കും പ്രാർത്ഥിക്കുന്ന ഒരു മേഖലയുണ്ട്. നമ്മുടെ ഇന്നത്തെ പല പ്രശ്നങ്ങളും അതിന്റെ മൂലസ്ഥാനം, അതിന്റെ വേരുകൾ അവിടെ കിടക്കുന്നതുകൊണ്ടാണ് ഇന്നും അതിലൂടെ നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പല കാര്യങ്ങളും, ദുശീലങ്ങളും അവിശ്വാസവും ഒക്കെ. നമ്മൾ കത്തോലിക്കാ സഭ നിരന്തരം അവർക്ക് വേണ്ടി കുർബാനയിൽ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും, സന്ധ്യാപ്രാർത്ഥനയിൽ നമ്മളെല്ലാ സന്ധ്യാപ്രാർത്ഥനയിലല്ലേ മരിച്ചവർക്ക് വേണ്ടി 5 ആകാശം കളിക്കുന്നു, 5 ഇതൊക്കെ പണ്ട് തൊട്ടേ ചെയ്തിരുന്ന കാര്യം, നമ്മളത് മറക്കരുത്. കഴിഞ്ഞുപോയ തലമുറയെ യേശു പാതാളത്തിൽ ഇറങ്ങി. ഇന്നും ഞാനിങ്ങനെ പറയും, അതായത് അന്ന് യേശു തുറന്ന ആ പാതാളത്തിന്റെ വാതില് ഇന്നും കർത്താവിന്റെ നിയന്ത്രണത്തിലാണ്. വെളിപാട് 1 പറയുന്നില്ലേ, മരണത്തിന്റെയും നരകത്തിന്റെയും താക്കോലുകൾ എൻ്റെ കൈവശമുണ്ട് എന്ന് ഈശോ പറയുന്നുണ്ട്. അപ്പൊ കർത്താവിന്റെ കയ്യിലേക്ക് പ്രത്യേകിച്ച് നമ്മുടെ മരിച്ചുപോയവരെയൊക്കെ മാർപ്പാപ്പായ്ക്ക് വേണ്ടി പോലും നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. മരിച്ചുപോയ ഭൂമിയിൽ മനുഷ്യരായിരുന്നുകൊണ്ട് എന്തെല്ലാം കുറവുകളുണ്ടെന്ന് നമുക്കറിയില്ലല്ലോ. അവിടെ എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ കുടുംബങ്ങളിലൊക്കെ മരിച്ചുപോയ എത്രയോ ആത്മാക്കളാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നതെന്ന് അറിയാമോ? പലരെയും നമ്മൾ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. നമ്മളോട് അവർക്ക് വേണ്ടി ദൈവം കണക്ക് ചോദിക്കും നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ. കാരണം യേശു ക്രിസ്തു മരിച്ച് ഓർത്ത് നോക്കണം, നമ്മുടെ ഒരു പാപം, നമ്മുടെ തെറ്റുമൂലം യേശു ഒരു തെറ്റും ചെയ്യാഞ്ഞിട്ടും നമുക്ക് വേണ്ടി മരിച്ചുകൊണ്ട് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ മരിച്ചടക്കപ്പെട്ട് ആ പാതാളത്തിൽ ഇറങ്ങി അവരോട് സുവിശേഷം പ്രസംഗിച്ച് അവിടുന്ന് അസംഖ്യം തടവുകാരിയുമായി അവിടുന്ന് ആരോഹണം ചെയ്തല്ലേ. അത് അനേക സാക്ഷ്യങ്ങളുണ്ടല്ലോ. യേശു മരിച്ചപ്പോൾ പാതാളത്തിറങ്ങിയപ്പോൾ ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, പ്രേതാലയങ്ങൾ തുറക്കപ്പെട്ടു എന്ന് പറയുന്നുണ്ട്.
കർത്താവ് മരിച്ച ആ സുവിശേഷം വായിക്കുമ്പോൾ അനേക മരിച്ചവരുടെ ആത്മാക്കള് പ്രത്യക്ഷപ്പെട്ടു, പട്ടണത്തിൽ അനേകർക്ക് പ്രത്യക്ഷപ്പെട്ടെന്ന് പറയുന്നുണ്ട്. യേശു മരിച്ചടെ പാതാളത്തിൽ ഇറങ്ങിയപ്പോൾ തന്നെ അനേകരെ സ്വതന്ത്രമാക്കി അവിടുന്ന്. ഇത് വലിയൊരു മേഖലയാണ് പറയുന്നത്. യേശു പ്രസംഗിച്ചിട്ട് മാനസാന്തരപ്പെടാതെ എന്താണ് യേശു പറഞ്ഞത്? ഞാൻ ചെയ്തതിനേക്കാളും വലിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമെന്ന് യേശു പറഞ്ഞൊരു മേഖലയുണ്ട്. സർവത്തെയും അതിന്റെ ഏറ്റവും അടിത്തറ വരെ ഇളക്കിക്കൊണ്ട് സകല കാര്യങ്ങളെയും മാറ്റിമറിക്കുന്നവനായ യേശു. നമ്മൾ അവനിൽ വിശ്വസിക്കണം. അവരസാധ്യമായിട്ടൊന്നുമില്ല. പൂർണ്ണമായിട്ട് നമ്മൾ അവനിൽ വിശ്വസിക്കണം. കണ്ടാലേ വിശ്വസിക്കുകയുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞ് ശാഠ്യം പിടിക്കരുത്. അങ്ങനെയാണല്ലോ യെശയ്യാ പറയുന്നൊരു കാര്യമുണ്ടല്ലോ. യെശയ്യാ 43 നിങ്ങൾ എന്റെ സാക്ഷികളാണെന്ന് പറഞ്ഞൊരു മേഖലയുണ്ട്. അവിടെ എന്താ പറയുന്നറിയോ? കണ്ണുണ്ടായിട്ടും കാണാതിരിക്കുകയും ചെവിയുണ്ടായിട്ടും കേൾക്കാതിരിക്കുകയും ചെയ്യുന്നവരെ കൊണ്ടുവരുവിൻ. ഇതാണ് ഡിവൈൻ മേഴ്സി. ഇന്ന് 5-ാം ദിവസം വിശ്വാസമില്ലാത്തവരെ സഭയിൽ നിന്നും ഇത്രയും നാൾ ജീവിച്ചിട്ടും ദിവ്യകാരുണ്യ യേശു ആണെന്ന് അറിഞ്ഞിട്ടും അതൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മ യേശുവിന്റെ അമ്മയാണെന്ന് അറിഞ്ഞിട്ടും അതൊക്കെ വെറുതെയാണ്, ചുമ്മാതാണ്, ആരോ എന്തോ പറഞ്ഞപ്പോൾ അത് തള്ളിക്കളഞ്ഞുകൊണ്ട് കണ്ണുണ്ടായിട്ടും കാണാതിരിക്കുകയും ചെവിയുണ്ടായിട്ടും കേൾക്കാതിരിക്കുകയും ചെയ്യുന്നവരെ കൊണ്ടുവരുവിൻ. വിശുദ്ധ പൗലോസ് ഈശോ ആവശ്യപ്പെട്ടു. വിശ്വാസമില്ലാതെ സഭയിൽ നിന്ന് അകന്നു പോയവരെ നിങ്ങൾ എൻ്റെ കരുണക്കടലിലേക്ക് കൊണ്ടുവരുവിൻ. യെശയ്യാ പറഞ്ഞതാണ്, എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് കൂടട്ടെ, എല്ലാ ജനതകളും അണിനിരക്കട്ടെ. എന്നിട്ട് പറയാണ് കർത്താവ് അരുളിച്ചെന്ന് യെശയ്യാ 43:10 കർത്താവ് നിങ്ങൾ എൻ്റെ സാക്ഷികളാണ്. വിശ്വാസമില്ലാത്തവരുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോയവരുടെ മുമ്പിൽ നമ്മൾ കർത്താവിന് സാക്ഷികളാണ്. പത്രോസും മഗ്ദല മറിയയും ഒക്കെ സാക്ഷികളായിരുന്നത് പോലെ ഇന്ന് നമ്മൾ അവന്റെ നിങ്ങൾ എൻ്റെ സാക്ഷികളാണ്. എന്നെ അറിഞ്ഞ് വിശ്വസിക്കാനും യെശയ്യാ 43:10 പറയാണ്, എന്നെ അറിഞ്ഞ് വിശ്വസിക്കാനും ഞാനാണ് ദൈവമെന്ന് ഗ്രഹിക്കാനും ഞാൻ തെരഞ്ഞെടുത്ത ദാസൻ. ഇത് യേശുവിനെ കുറിച്ചുള്ള പ്രവചനമാണ്. യേശുവിന്റെ ആത്മാവ് നമ്മളിൽ ഇന്ന് പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ്. എനിക്ക് മുമ്പ് മറ്റൊരു ദൈവം ഉണ്ടായിട്ടില്ല, എനിക്ക് ശേഷം മറ്റൊരു ദൈവം ഉണ്ടാവുകയുമില്ല. ഞാൻ തന്നെയാണ് കർത്താവ്, ഞാനല്ലാതെ മറ്റൊരു രക്ഷകനില്ല, വേറെ ഒരു രക്ഷകനില്ല. യെശയ്യാ പ്രവചിക്കുകയാണ് അല്ലെ. യേശുവിന്റെ ജനനത്തിന് ഏതാണ്ട് 800 വർഷം മുമ്പ് പ്രവചിച്ചതാണ്. അന്യദേവന്മാരല്ല, ഞാൻ തന്നെയാണ് പ്രസ്താവിക്കുകയും പ്രഘോഷിക്കുകയും രക്ഷിക്കുകയും ചെയ്തത്. കർത്താവ് അരുളിച്ചെയ്യുന്നു, നിങ്ങൾ എൻ്റെ സാക്ഷികളാണ്, ഞാനാണ് ദൈവം, ഇനിയും അങ്ങനെ ആയിരിക്കുകയും ചെയ്യും. എന്റെ പിടിയിൽ നിന്ന് ആരെയെങ്കിലും വിടുവിക്കാൻ ആർക്കും സാധിക്കുകയില്ല, എന്റെ പ്രവൃത്തികളെ തടസ്സപ്പെടുത്താൻ ആർക്കും സാധിക്കുകയില്ല. അല്ലെ, നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കുമെന്നൊക്കെ ജെറമ്യാ 29 പറഞ്ഞ. നമ്മുടെ ജീവിതത്തിലെ സകല ബുദ്ധിമുട്ടുകളും ദൈവം തരുന്നതല്ല, ദൈവം അനുവദിക്കും നമ്മളവിടുത്തെ കണ്ടെത്താനായിട്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളിന്ന് അവന്റെ സാക്ഷികളാണ്. അതെ, ഈ മഗ്ദല മറിയം യേശുവിന് സാക്ഷിയായി തീർന്നു, ഉത്ഥാന സാക്ഷിയായി തീർന്ന പോലെ പത്രോസ് ലീയ ജനങ്ങളോട് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്, നിങ്ങൾ വിശ്വസിക്കുക. യോഹന്നാൻ സ്ലീഹ അതേക്കുറിച്ച് ഇങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. ലേഖനം തുടങ്ങിയപ്പോൾ യോഹന്നാൻ സ്ലീഹ പറയാണ് സാക്ഷികളാണെന്ന് പറഞ്ഞില്ല. എങ്ങനെയാണ് സാക്ഷികളായതെന്ന് പറഞ്ഞത്? ഇങ്ങനെയാണ്, 1 യോഹന്നാൻ 1-ാമത്തെ അധ്യായം അങ്ങനെ തുടങ്ങുക. ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും, പണ്ട് ഉണ്ടെന്ന് വിശ്വസിച്ചിരുന്നു, കേട്ടിരുന്നു. യോഹന്നാൻ പറയാണ്, ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ച് വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെ പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. എത്ര വ്യക്തമായിട്ടാണ്! പണ്ട് കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, ഉണ്ടായിരുന്നതാണ് ഞങ്ങൾ കേട്ടു, സ്വന്തം കണ്ണുകൊണ്ട് അവനെ ഞങ്ങൾ കണ്ടു, ഞങ്ങൾ അവന്റെ കൂടെ നടന്നു, അവന്റെ നെഞ്ചോട് ചേർന്ന് അവനെ തൊട്ടു. എന്തൊരു സാക്ഷ്യമാണ് പറയുന്നത്! കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെ പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. ജീവൻ വെളിപ്പെട്ടു, ഞങ്ങളിത് കണ്ടു, അതിന് സാക്ഷ്യം നൽകുകയും ചെയ്യുന്നു. പിതാവിനോടുകൂടി ആയിരുന്നതും അല്ലേ, ആദ്യം മുതൽ പിതാവും പുത്രനും ഒന്നായിരിക്കുന്ന ആ ഉൽപ്പത്തിയിലൊക്കെ നമുക്ക് എന്നൊക്കെ പറയും, നമുക്ക് മനുഷ്യ സൃഷ്ടിക്കാം എന്നൊക്കെ പറയുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം, ബഹുവചനത്തിലാണ് ദൈവം സംസാരിക്കുന്നത്. കാരണം എന്താ? ഭൂമിയിൽ പ്രത്യക്ഷപ്പെടാൻ വരാനിരിക്കുന്ന പുത്രനെയും പരിശുദ്ധാത്മാവിനെയും ചേർത്ത് നിർത്തിക്കൊണ്ട് പിതാവായ ദൈവം പറഞ്ഞ നമ്മളെന്നാണ്, നമുക്ക് എന്താ പറയുന്നത്? ഇത് വേറൊരു മേഖലയാണ്. ത്രിത്വിക ദൈവത്തിന്റെ വെളിപ്പെടുത്തലാണ്. യേശുവിന് ജ്ഞാനസ്നാന സമയത്തും സ്വർഗത്തിൽ നിന്ന് പിതാവിന്റെ സ്വരം കേട്ടു,
പരിശുദ്ധാത്മാവ് പ്രാവരൂപത്തിൽ ഇറങ്ങി വരുന്നു. യേശു പുത്രൻ, ദൈവപുത്രൻ ഭൂമിയിൽ ജോർദാൻ നദിയിൽ നിൽക്കുന്നു. ത്രിത്വക ദൈവം, ആ ദൈവിക വെളിപ്പെടുത്തൽ ഒരുമിച്ച് കാണുന്ന ചില അനുഭവങ്ങളാണ് ഇതൊക്കെയും. ഒന്നാണ് ദൈവം, പക്ഷേ മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി വ്യത്യസ്തമായ തലങ്ങളിൽ കടന്നു വന്ന ദൈവ സാന്നിധ്യമാണ് പിതാവും പുത്രനും പരിശുദ്ധ. പിതാവിനോടുകൂടെ ആയിരുന്നതും ഞങ്ങൾക്ക് വെളിപ്പെട്ടതുമായ നിത്യജീവൻ ഞങ്ങൾ നിങ്ങളോട് പ്രഘോഷിക്കുന്നു. ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തത് നിങ്ങളെയും ഞങ്ങൾ അറിയിക്കുന്നു. ഇതെന്തിനാണ്? യോഹന്നാൻ സ്ലീഹ പറയാണ് സഭ, അല്ലെങ്കിൽ സഭ എന്നാണ് യോഹന്നാൻ സ്ലീഹ, അല്ലെ, അവരിലൂടെയാണ് സഭയുണ്ട്. അപ്പോസ്തലന്മാരിലൂടെ പറയാണ് ഞങ്ങളുമായി, അതെ, ഇന്നത്തെ കറണ്ട് ഡിവൈൻ മേഴ്സി 5-ാം ദിവസം സഭയിൽ നിന്ന് മാറിപ്പോയവരെ തിരികെ കൊണ്ടുവരാനായിട്ട് ഈശോ തന്റെ കരുണയിലേക്ക് അവരെ സമർപ്പിക്കാൻ, അവരെ തള്ളിക്കളയുന്നില്ല, അവരെയും ചേർത്ത് കൊള്ളാൻ പറയുമ്പോൾ യോഹന്നാൻ സ്ലീഹ ഇങ്ങനെ പറയുന്നത് എന്തിനാണിത്? ഇത് ഞങ്ങളുമല്ല, സഭയുമായി മറ്റുള്ളവർക്കും ഞങ്ങളുമായി നിങ്ങൾക്കും കൂട്ടായ്മ ഉണ്ടാകേണ്ടതിനാണ് ഞങ്ങളിത് പ്രഘോഷിക്കുന്നത്. ഞങ്ങളുടെ കൂട്ടായ്മയാകട്ടെ പിതാവിനോടും അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിനോടുമാണ്. ഞങ്ങളിത് എഴുതുന്നത് ഞങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനാണ്. മഗ്ദലന മറിയം സന്തോഷം പൂർണ്ണമായത് അടങ്ങിയിരുന്നില്ല, ചെന്ന് അപ്പസ്തോലന്മാരോട് പറഞ്ഞപ്പോഴാണ്. ആമേൻ. നമ്മളുടെ സന്തോഷം പൂർണ്ണമാകുന്നത് അനേകരോട് നമ്മളുടെ ജീവിത സാക്ഷ്യത്തിലൂടെ വെളിപ്പെടുത്തുമ്പോഴാണ്. പരിശുദ്ധ പരമാധീവകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.